ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേന കൊണ്ടുള്ളൊരു വിഭവം, ചേനത്തോരൻ, അതുണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. ഈ തോരൻ വയ്ക്കാൻ ഇങ്ങനത്തെ 2 കഷ്ണം ചേനയാണ് തോലൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ആ ചേന ഈ ഒരു വലുപ്പത്തിൽ ഇതുപോലെയാണ് കേട്ടോ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് 1-2 പ്രാവശ്യം നല്ലോണം കഴുകിയെടുക്കുക. ഇതൊരു കുക്കറിലിട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചേന വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടിയിട്ടതിന് ശേഷം ഒരു വിസിൽ കയറ്റിയെടുക്കുക. 5 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ആവിയൊക്കെ ആ വെയിറ്റ് പൊന്തിച്ചിട്ട് പോക്കുക. മറ്റ് വെന്ത് അലിയാനുള്ള സാധ്യത ഉണ്ട്. ചേന വേകുമ്പോഴേക്കും ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് ഒരു മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 5 പച്ചമുളക്, 9 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി അല്ലി. പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. തേങ്ങ ചതക്കിനൊന്നുമില്ല, അങ്ങനെ തന്നെ തോരലിൽ ഇടുകയാണ്. ഇപ്പം കുക്കർ ആവി വന്നിട്ട് വിസിലൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കുക. ചേന വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. കൈകൊണ്ട് ഇങ്ങനെ ഒരു കഷ്ണം എടുത്ത് അമർത്തി നോക്കിയാൽ ഇങ്ങനെ പതുങ്ങി വരും കേട്ടോ. ആ പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പൊടിക്കുന്ന ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി തോരൻ പാകമാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇപ്പം കടുക് പൊട്ടി വന്നിട്ടുണ്ട്. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മുളകും കറിവേപ്പിലയൊക്കെ ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ആ മുളകും ഉള്ളിയൊക്കെ ഒതുക്കിയതുണ്ടല്ലോ അത് അതിലിട്ടിട്ടൊന്ന് മൂപ്പിക്കുക. അത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി ആ തേങ്ങ ചിരകിയതും അതിലിട്ട് കൊടുക്കുക. തേങ്ങ ഈ ചേനയൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ചേർത്തതിനേക്കാളും ഇതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് ചേർത്തിയാലാണ് കേട്ടോ അധികം ടേസ്റ്റ്. ചേനേൻ്റെ മെഴുക്ക് പുരട്ടി, ചേനേൻ്റെ അച്ചാർ, കൊണ്ടാട്ടം ഇതൊക്കെ ഉണ്ടാക്കിയുള്ളൂ. ചേനത്തോരൻ ആദ്യമായിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത്. ഇനി ആ ചേനേൻ്റെ കഷ്ണം ഒരു പാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊക്കെ കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. നടുവിലേക്ക് ഇതുപോലെയൊക്കെ കൂടി ഒന്ന് കൂട്ടി വെച്ചിട്ട് മൂടി അടച്ച് വയ്ക്കുക. 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കുക. തോരൻ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാണ്ട് അതിനൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കിയിട്ട് ആ വെള്ളമയമൊക്കെ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പം തോരൻ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ആക്കുക. അങ്ങനെ ഒരു അടിപൊളി ചേനത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. ഇനി ചേന വാങ്ങുന്ന സമയത്ത് ഈ തൊടിയിൽ നിന്ന് കിളച്ചെടുക്കുന്ന സമയത്തായാലും ഇതുപോലെ തോരൻ ഉണ്ടാക്കാത്തൊരു തോരൻ ഉണ്ടാക്കി നോക്കൊണ്ടു. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. അപ്പം ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.